മലയാള സിനിമയുടെ ഒരു സുവർണ്ണകാലം എന്ന് പറയാവുന്ന 80കളുടെ തുടക്കം മുതൽ 90കളുടെ പകുതി വരെയുള്ള ആ ഒരു നല്ല കാലത്ത് ഏറ്റവും നല്ല സിനിമകളിൽ നായികയായിട്ടുള്ള ആളാണ് ചേച്ചി. അപ്പോൾ ആ സിനിമകളെക്കുറിച്ച്, ആ കാലത്ത് ചേച്ചി ചെയ്ത കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ നിന്ന് ആരംഭിക്കും. ഒന്ന് എങ്ങനെ ഓർക്കുന്നു ആ ഒരു കാലഘട്ടത്തെ? ഹരി പറഞ്ഞത് വളരെ കറക്റ്റാണ്. നല്ലൊരു കാലഘട്ടം തന്നെയായിരുന്നു. കാരണം വളരെ ശക്തരായ തിരക്കഥാകൃത്തുക്കളുണ്ടായിരുന്നൊരു കാലഘട്ടം. അത് ഹരി പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം തിരക്കഥ തന്നെയാണ് ഒരു സിനിമയുടെ ഏറ്റവും വലിയ സംഭവം. ആ കാലത്ത് തന്നെ മലയാളത്തിൽ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള ദിവസം. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫിലിംസ്. ഇത് എനിക്ക് ഏറ്റവും അതിശയിപ്പിക്കുന്നത്, ഇപ്പോൾ ഞാൻ തമിഴിൽ കുറേ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തമിഴിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ പാറ്റേണുള്ള ക്യാരക്ടേഴ്സ് തന്നെ ചെയ്യണം. അവരെ വെച്ച് വേറെ, ഇപ്പം ഞാൻ തമിഴിൽ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെല്ലാം ഏറ്റവും നല്ല സ്ത്രീ, ഏറ്റവും നല്ല സ്ത്രീ, ബുദ്ധിമതിയായിട്ട് സംസാരിക്കാത്ത സ്ത്രീ, അബദ്ധത്തിൽപ്പെട്ടു പോകുന്ന സ്ത്രീ, ഇങ്ങനെ സ്ത്രീ കഥാപാത്രങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ മറ്റുള്ളവരെയൊക്കെ ഇങ്ങനെ യുക്തിയും ബുദ്ധിയും പഠിപ്പിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. ഇല്ല, അറിയത്തില്ല. ഒരു അതെ ബിസ്ലേരി കുപ്പിയുടെ ഇത് തുറക്കാൻ അറിയാൻ വയ്യാതെ ഞാൻ ട്രെയിനിൽ ഇങ്ങനെ തുറന്നപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് കുട്ടി പറഞ്ഞു, അയ്യോ ആൻറ്റി പാവ, ആൻറ്റിക്ക് അത് അറിഞ്ഞൂടാ ആൻറ്റി, ഞാൻ തുറന്നു തരാം ആൻറ്റി. അപ്പോൾ അത്രയും ബുദ്ധിയില്ലാത്ത ഒരു ആളായിട്ടാണ് അറിയപ്പെടുന്നത്. അതങ്ങനെ തന്നെ വേണമെന്നാണ് അവസാനം വരെ. അവിടെ ഞാൻ കയറിയിട്ട് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയോട്ടൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിതൊക്കെ പറയുമോ ഒന്ന് ഞെട്ടിപ്പോവും. പക്ഷേ അന്നത്തെ മലയാളം റൈറ്റേഴ്സ് 90s ആ തുടക്കത്തിൽ, അല്ലെങ്കിൽ ഹരി പറഞ്ഞ പോലെ 80s ഒരു പകുതി മുതൽ 90s ഒരു പകുതി വന്ന റൈറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ പടത്തിൽ വന്ന പോലെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നവരായിരുന്നു. ഒന്നിനോടൊന്ന് വ്യത്യസ്തമാണെന്നുള്ളതായിരുന്നു. അത് എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാൻ വല്ലാതെ മിസ് ചെയ്യുകയും ചെയ്യുന്നു. ഞാനത് ചേച്ചിയുടെ സിനിമകളുടെ ഒരു ഫിലിമോഗ്രാഫി എടുത്തൊക്കെ ഒരു 88, 86, 87, 88 ആവറേജ് 8, 9, 10, 11, 12 പടങ്ങളാണ് ഒരു വർഷം ചെയ്തു പോകുന്നത്. അതിൽ 91 എന്ന വർഷം എടുത്താൽ തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് 91 പടങ്ങൾക്ക്. ഭരതം അതൊരു തരം പടമാണെങ്കിൽ, മുഖചിത്രം മറ്റൊരു പടമാണ്, കാക്കത്തൊള്ളായിരം, കടിഞ്ഞൂൽ കല്യാണം, ഇൻസ്പെക്ടർ ബൽറാം, കൂടിക്കാഴ്ച, ഇതെല്ലാം നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ ഓരോ എഴുത്തുകാരനും വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് സമ്മാനിച്ചിരിക്കുന്നത്. അതൊരു വലിയ സന്തോഷമുള്ള. തീർച്ചയായിട്ടും ഹരിയൊക്കെ അതൊക്കെ ഹോംവർക്ക് ചെയ്തല്ലോ. ഇത്രയും അതൊക്കെ ശ്രദ്ധിച്ച് വെച്ചിരിക്കുന്നുണ്ടോ നിങ്ങൾ? ഇന്നത്തെ ജനറേഷൻ അത്രയും നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടുള്ള ആൾക്കാരാണത്. വലിയൊരു കാര്യം തന്നെയാണ്. അഭിനയം എന്ന് പറയുന്നതിൽ ചിരിയും സങ്കടവും നൊമ്പരവും എല്ലാം വ്യത്യസ്തമായി അവതരിപ്പിക്കുമ്പോഴും ഹ്യൂമർ സെൻസ് എന്നൊരു എക്സ്ട്രാ കണ്ടന്റ് മലയാള സിനിമയിലെ നായകന്മാരിൽ ഇത്രയും സരസ മനോഹരമായി ഇത്രയധികം കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച മറ്റൊരാൾ ഉണ്ടാവണമെന്നില്ല. ശരിയാണ്. ആ ഹ്യൂമർ ആക്ടിങ് അത് എത്രത്തോളം ചേച്ചി എൻജോയ് ചെയ്തിട്ടുണ്ട്? അത് ഹരി, എൻ്റെ ഡയറക്ടേഴ്സിനോട് ഞാൻ ഒരുപാട് നന്ദി പറയേണ്ടിയിരിക്കുന്നു. അവരെന്നെ അംഗീകരിച്ചു തന്നു. കാരണം നായകന്മാർ അംഗീകരിക്കില്ല. ഒരു ഭർത്താവും തൻ്റെ ഭാര്യ ഹ്യൂമർ പറയുന്ന ഒരാളാവണമെന്ന് ആഗ്രഹിക്കുന്നേ ഇല്ല എന്നുള്ളത് ഞാൻ മനസ്സിലായി. കാരണം കോമഡി പറഞ്ഞ് സന്തോഷിപ്പിക്കുന്ന ഒരാളിന് ചുറ്റും എപ്പോഴും 10 പേര് കാണും. നമ്മളിപ്പോൾ ഒരു കല്യാണ ആഘോഷത്തിന് പോട്ടെ, അല്ലെങ്കിൽ വേറൊരു ഫംഗ്ഷന് പോട്ടെ, ഇത്തിരി തമാശ പറയുന്ന കൂട്ടുകാരൻ്റെ കൂടെ ഒരു 10 പേര് എപ്പോഴും. ചാനൽ നോക്കിയാൽ കോമഡി പ്രോഗ്രാമിന് വ്യൂവർഷിപ്പ് എപ്പോഴും കൂടുതൽ ഉണ്ടാവും. അപ്പം ഈ കോമഡി പറയുന്നവരുടെ ചുറ്റിനും കുറച്ച് പേരുണ്ടാവും, അത് ചിരിക്കാനുണ്ട്. അപ്പം തൻ്റെ ഭാര്യ പറയുന്ന കോമഡി കേട്ട് ചിരിക്കാൻ 10 പേര് വരുന്നത് ഒരു ഭർത്താവും ആഗ്രഹിക്കുന്നില്ല, ഒരു കാമുകനും ആഗ്രഹിക്കുന്നില്ല. ഹരി സത്യസന്ധമായിട്ട് പറയും. ചെറിയൊരു ശരിയല്ല, വലിയൊരു ശരിയുണ്ട്. ഈ ആണുങ്ങൾ നിങ്ങൾ ആരും സമ്മതിച്ച് തന്നാലും തന്നില്ലെങ്കിലും വലിയൊരു ശരിയുണ്ട്. പക്ഷെ ഞാൻ വളരെ ബുദ്ധിപരമായിട്ട് പറഞ്ഞു എൻ്റെ എല്ലാ ഡയറക്ടേഴ്സും, പക്ഷെ അവരൊക്കെ നട്ടുള്ള ഡയറക്ടേഴ്സായിരുന്നു, അതാണ് കാര്യം. അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യും. ആയിക്കോട്ടെ റോഷി പറഞ്ഞു. അതിൽ സത്യേട്ടനോടൊക്കെ എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. സത്യേട്ടനൊക്കെ വളരെ മൈൽഡ് അടിച്ച് ഞാനിതാ കോമഡി അവതരിപ്പിക്കാൻ വന്നിരിക്കുകയാണെന്നും പറഞ്ഞല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിൽ വളരെ ചെറുതായിട്ട് ഇപ്പം സാമ്പാറിലൊരു ഇത്തിരി ശർക്കര ചേർക്കും ഇറക്കുമ്പോൾ, ഇഞ്ചിക്കറിയിലൊരു ചകാരം കരിപ്പെട്ടി ചേർക്കും എന്ന് പറഞ്ഞതുപോലെ കുറേശ്ശെ ആയിട്ട് രുചി ചേർത്ത് ചെയ്തതാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഡബ് സ്മാഷ് എന്നൊരു കലാരൂപം പ്രശസ്തി നേടിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് കടിഞ്ഞൂൽ കല്യാണത്തിൽ ചേച്ചി ഡയലോഗാ. അയ്യോ എൻ്റെ മോള് മറ്റേ ഇതും കടിഞ്ഞൂൽ കല്യാണത്തിലെ ഞാൻ ഭദ്രകാളിയാ വലിയ പറയുന്നതും. പിന്നെ ചേച്ചി ഈ പെട്ടിയുടെ വില ഇത് നിങ്ങൾക്ക് അറിയില്ല. ഇതില് 3 വയസ്സ് ആയപ്പോഴാണ് എനിക്ക് 4 പല്ല് മുളച്ചത്. അന്ന് തന്ന ബ്രഷ്, പിന്നെ പണിക്കണമെങ്കിലും മാങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എറിഞ്ഞ കല്ല്, അവസാനം ജയറാമേട്ട സഹി കിട്ടത് ഏൽപ്പിച്ചു പോകുന്നുണ്ട്. അല്ല, അത് ഇന്നത്തെ ജനറേഷനും സുപരിചിതമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും. ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കേ അറിയൂ.
അങ്ങനെ എന്നെ ചതിക്കാൻ ആർക്കും പറ്റില്ല. ഇനി ചതിച്ചാൽ ഞാൻ ശപിക്കും. ഞാൻ ഭദ്രകാളിയാ. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും നല്ല കോമഡി ആക്ടേഴ്സിനാൽ അനുഗ്രഹീതമാണ് മലയാളം. അപ്പോൾ തീർച്ചയായും ഒട്ടേറെ പേരുമായിട്ട് പ്രവർത്തിക്കാൻ ചേച്ചിക്ക് പറ്റിയിട്ടുണ്ട്. ഒരുപാട് പേര്. അപ്പൊ അവരിൽ നിന്നൊക്കെ എത്രത്തോളം സ്വാധീനം ചേച്ചിയുടെ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടായിരുന്നു? നമ്മുടെ ഹ്യൂമർ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ തികഞ്ഞ നടന്മാരായിരുന്നു. കോമഡിക്കായിട്ട് നിർമ്മിച്ചവരെല്ലാവരും. പപ്പൂട്ടൻ എന്ന് പറഞ്ഞത് ഒരു ബെസ്റ്റ് ആക്ടറാണ്. അദ്ദേഹം കോമഡി ചെയ്തിട്ട് തൊട്ടടുത്ത് സീരിയസ് ചെയ്ത് നമ്മൾ ഫീൽ ചെയ്തു പോകും. അതുപോലെ ബഹദൂറമാവൻ അദ്ദേഹം ഹ്യൂമർ ചെയ്യുന്ന ആക്ടറാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ജഗദീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിനി പകരം വെക്കാൻ അതുപോലെ ആരാ ഉള്ളത്. അപ്പം നമുക്ക് കോമഡിക്കെന്നും പറഞ്ഞ നടൻ നമുക്കില്ല. എല്ലാവരും നടന്മാരാണ്. അത് മറ്റു ഭാഷകളിലൂടെ ഇത് കൊമേഡിയൻ എന്നും പറഞ്ഞ നടനുണ്ടാവുമായിരിക്കും. മാത്രമായിട്ട് നമുക്ക് മികച്ച നടന്മാരായിരുന്നു നമ്മുടെ കോമഡിയും കൈകാര്യം ചെയ്തത്. വേണുവും ശങ്കരാടിയും മോഹൻലാലും പിന്നെ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഏറ്റവും നന്നായിട്ട് കോമഡിയുടെ ടൈമിംഗ് ഉള്ള ആളാണ് മുകേഷ് ഏട്ടൻ. ബാറ്റ് നായക നടന്മാരെന്ന് പറഞ്ഞാൽ മുകേഷ് ഏട്ടൻ്റെ അത്രയും ജീവിതത്തിലും സിനിമയിലും കോമഡി ടൈമിംഗ്. കൽപ്പന ചേച്ചി ഉൾപ്പെടെ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ കുറേ പേരുടെ കൂട്ടത്തിൽ എടുത്തു ചോദിക്കേണ്ട ഒരു പേര് വേണു നാഗവള്ളി. വേണുചേട്ടൻ്റെ സിനിമകൾ ചേച്ചിക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഒരു പരിവേഷം നൽകിയിട്ടുണ്ട് പലപ്പോഴും. സുഖമോദേവി മുതൽ തുടങ്ങിയ കളിപ്പാട്ടം ഉൾപ്പെടെ ഭാര്യ സ്വന്തം സുഹൃത്താണ് അവസാന ചിത്രം. എങ്ങനെയാണ് വേണുചേട്ടനെ ആ ചിത്രങ്ങളൊക്കെ ഓർക്കുന്നത്? വേണുചേട്ടൻ്റെ സിനിമകളിലെ നായിക എന്നും ഞാൻ മാത്രമേ ആയിരുന്നുള്ളൂ. വേണുചേട്ടൻ എന്നെ അല്ലാതെ മറ്റൊരു നായികയെ സങ്കല്പിച്ച് ഇന്നൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല. വേണുചേട്ടൻ്റെ ഏറ്റവും പെറ്റായിട്ടുള്ള മോളായിരുന്നു ഞാൻ. വേണുചേട്ടൻ്റെ എല്ലാ സിനിമകളും എന്നെ ഉദ്ദേശിച്ചാണ്. എൻ്റെ കരച്ചിൽ, എൻ്റെ ചിരി, പൊടിമോള് ചിരിക്കുന്ന പോലെ, പൊടിമോള് കരയുന്ന പോലെ, അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ഡേറ്റിൻ്റെ പ്രശ്നവും കാര്യങ്ങളും കാരണം ഞാൻ അഭിനയിച്ചിട്ടില്ല എന്നല്ലാതെ എല്ലാ സിനിമകളും അങ്ങനെയായിരുന്നു. വേണുചേട്ടൻ ഒരിക്കലും മോളെ അഭിനയിക്കരുത് എന്ന് പറയും. അങ്ങനെ ഒരു ഡയറക്ടറെ കേട്ടിട്ടുണ്ടോ? ക്യാമറ സ്റ്റാർട്ട് ഒക്കെ മോളെ ഇതാണ് ഡയലോഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞാലും അഭിനയിക്കരുത് എന്നേ പറയുള്ളൂ. പെരുമാറിയാൽ മതി. അപ്പം നമ്മുടെ സൗകര്യത്തിൽ നമ്മളങ്ങ് ചെയ്തോളുക എന്നല്ല. നമ്മളതിനു വേണ്ടി ഇങ്ങനെയൊക്കെ അഭിനയിച്ച എന്തിനാണ് അഭിനയിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് സർവ്വസ്വാതന്ത്ര്യമായിരുന്നു വേണിച്ചേട്ടൻ്റെ സെറ്റിൽ. എത്ര കോടികൾ കൊടുത്താലും പ്രലോഭിപ്പിച്ചാലും വിലയ്ക്ക് വാങ്ങാൻ പറ്റാത്തൊരു വ്യക്തിത്വമായിരുന്നു വേണിച്ചേട്ടൻ. ശരിക്കും നമ്മൾ ഈ പറയുന്നത് ഒരു 10-30 വർഷം അല്ലെങ്കിൽ 20 വർഷം മുമ്പുള്ള നന്മയുടെ ഒരു കാലമാണ്. ഇപ്പോഴും നന്മയൊക്കെ ഉണ്ട്, ഇപ്പോൾ ഒരുപാട് ഗുണഗണങ്ങളുണ്ട്. പക്ഷെ പുതിയ കാലഘട്ടത്തിൽ വരുമ്പോൾ അന്ന് ചേച്ചിയുടെ കൂടെ സമകാലികരായിട്ട് പല അഭിനേത്രികളും അരങ്ങൊഴിഞ്ഞ് പിൻവാങ്ങിപ്പോയപ്പോഴും ഉർവശി ചേച്ചി ഇപ്പോഴും സിനിമയിൽ സജീവമായിട്ടുണ്ട്. അതെന്താണ്, എങ്ങനെ സാധിക്കുന്നു, എന്താണ് അതിൻ്റെ കാരണം? അറിഞ്ഞൂടാ. ഞാൻ വിചാരിക്കുന്നു ഹരി, എൻ്റെ നന്മയാണോ എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും റിച്ച്നെസ്സിനോടൊരു അട്രാക്ഷൻ എനിക്ക് തോന്നിയിട്ടില്ല. സമ്പന്നതയോടൊരു ആർത്തി എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ ഒരു ടീച്ചറാവണമെന്ന് ആഗ്രഹിച്ചു. അതിന് മുമ്പ് തന്നെ ഞാനൊന്നും ചിന്തിക്കുന്നതിന് മുമ്പ് സിനിമയിൽ വന്നു. ഇത് നീ ആഗ്രഹിക്കാതെ നിനക്ക് കിട്ടിയ ജോലിയാണ്, നീ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നത് എനിക്ക് 100 സിനിമ കഴിയേണ്ടി വന്നു ഞാനിത് ഉൾക്കൊള്ളാം. ഞാനിവിടെയാണെന്ന് ഇനി പോകാൻ പറ്റത്തില്ല എന്ന് ഉൾക്കൊള്ളാം. അപ്പോൾ ഇതെൻ്റെ ജോലിയായിട്ട് മാത്രമാണ് കണക്കാക്കുന്നത്. അല്ല ഇതൊരു സമ്പന്നതയുടെ സ്ഥലമായിട്ടും ഇതിങ്ങനെ വെറൈറ്റി ഫുഡുകൾ ഓർഡർ ചെയ്ത് കഴിക്കാനും ഭയങ്കര മേക്കപ്പ് സാധനങ്ങളും ഒന്നുമില്ല. ഞാൻ ഒരു 5 മിനിറ്റ് കൂടുതൽ ഒരു മേക്കപ്പ് ചെയ്യാൻ ഞാൻ സമയം എടുത്തിട്ടില്ല എൻ്റെ ജീവിതത്തിൽ.